വെക്കേഷനായിട്ട് എവിടെയും പോയില്ലല്ലോ എന്ന് മക്കളുടെ പരാതി. എന്നാൽ പിന്നെ സൺഡേ അല്ലേ, കോഴിക്കോട് പോയി നമുക്ക് ഫുഡ് കഴിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് ഇല്ലേലും കുഴപ്പമില്ല, പൂള് മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് കടവ് റിസോർട്ട് വിളിച്ചപ്പോൾ സൺഡേ ബ്രഞ്ചും ഉണ്ട്, അതിൻ്റെ കൂടെ പൂളിലും ചാടാന്ന് പറഞ്ഞു. ഒരു വെടിക്ക് 2 വർഷം. ചെന്നപ്പോൾ അടിപൊളി ബ്രഞ്ച് തന്നെയായിരുന്നു. സ്റ്റാർട്ടറായിട്ട് 2 തരം സൂപ്പ് ഉണ്ടായിരുന്നു. സൂപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ കപ്പയും മീനും പൈനാപ്പിൾ കിച്ചടിയും. തൊട്ടടുത്ത് വേറൊരു കൗണ്ടറിൽ പാസ്തയും അവൈലബിൾ ആയിരുന്നു, അതുപോലെ പാനീപൂരി. 2 മക്കളുടെ ഫേവറേറ്റ്, അവരതോടെ ഫ്ലാറ്റ്. അതുപോലെ സ്റ്റാർട്ടറായിട്ട് നമുക്ക് ചിക്കൻ ഡോണറ്റ്സ്, ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബി ഇങ്ങനെ റെഡി ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വെച്ചു, ലാസ്റ്റ് കഴിക്കാൻ വേണ്ടി മധുരല്ലേ. അങ്ങനെ 3-4 തരം റൈസ് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്ലെയിൻ റൈസ്, ഒന്ന് പുലാവ്, ഒന്ന് ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈ, അതുപോലെ മിക്സ്ഡ് വെജിറ്റബിൾ, ദാൽ മഖനി, പനീർ കറി, അതുപോലെ അവിയൽ, ക്യാബേജ്. ഒരു സദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സദ്യക്കുള്ള സാധനങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു. നല്ല കുട്ടനാടൻ ബീഫ് ഫ്രൈ, മട്ടൻ കുറുമ, ഹൈദരാബാദി ബിരിയാണി, ഫിഷ് മുളകിട്ടത്. എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. ലൈവ് ഫിഷിൻ്റെ വേറൊരു സെക്ഷനേ ഉണ്ടായിരുന്നു. ഇത് ചമ്മന്തി അച്ചാറിൻ്റെ സെക്ഷൻ. അതിൻ്റെ ഇടയ്ക്കാണ് സൂഷി. ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നതും കഴിക്കുന്നതും. ആകാംക്ഷയോടെ പോയി എടുത്തു, 3 പീസ് എടുത്തു. പക്ഷേ എന്നെക്കൊണ്ട് മക്കളെ കൊണ്ടും കഴിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഇത് ആളുകൾ കഴിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ എല്ലാവിധ ഡെസേർട്ട്സും, രസമലായി, നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട്സ് എല്ലാം ഉണ്ട്. പുഡിങ്സ്, ചോക്ലേറ്റ്, കേക്ക്, പായസം.